ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. കുറേ നാളായി എന്നെ കണ്ടിട്ടെന്നായിരിക്കും വിചാരിക്കുന്നത്. എനിക്ക് പനി പിടിച്ച് തൊണ്ടയുടെ സൗണ്ടെല്ലാം പോയിരിക്കുമായിരുന്നു. ഇപ്പം കുറേശ്ശെ ഇങ്ങനെ വീണ്ടും കിട്ടിയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോഴും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. 2 ദിവസത്തേനേ വന്നുള്ളായിരുന്നു കേട്ടോ, വേറെ 2 ദിവസത്തേക്ക്. അപ്പം ജസ്റ്റ് ചില്ല് ചെയ്യാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഞങ്ങളുടെ പുനലൂർ ഹാപ്പി നോറ ഫെസ്റ്റ് നടക്കുന്നു എന്ന് അറിഞ്ഞത്. അങ്ങനെ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. ടിക്കറ്റിൻ്റെ റേറ്റ് 100 രൂപയായിരുന്നേ. പിന്നെ 10 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് നമുക്ക് ടിക്കറ്റ് എടുക്കണ്ട, അങ്ങനെയായിരുന്നു. 100 രൂപയ്ക്ക് നമുക്ക് കാണാനായിട്ട് ഒരുപാടുണ്ടായിരുന്നു. എൻജോയ് ചെയ്യാൻ പറ്റി. ഒരുപാട് മീനുകളൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ കിളികളുണ്ടായിരുന്നു, പിന്നെ മത്സ്യകന്യകയുണ്ടായിരുന്നു, പിന്നെ ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു, ചെടികൾ മേടിക്കാനായിട്ടുണ്ടായിരുന്നു. എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു കേട്ടോ.
ഇഞ്ഞു വാടി എസ്തേലി, ഇവിടെ വാടി. ജീവൻ സ്വർഗത്തോ മോൻ ചെല്ലു, നമുക്ക് ഫോട്ടോ എടുക്കാം. എസ്തേലി എങ്ങനെ ചിരിക്കുന്നേ? അതിന് പാമ്പന്തി? അയ്യോ, അതിനെ ഞാൻ കണ്ടില്ല. അങ്ങനെ എല്ലാം കണ്ട് എൻജോയ് ഒക്കെ ചെയ്തു. നേരെ ഫുഡ് കോർട്ടിൽ വന്നു. അവിടെ കുറേ ഫുഡുകളുണ്ടായിരുന്നു കേട്ടോ. പഴംപൊരിയും ബീഫും, പിന്നെ പിടിയും കോഴിയും, പിന്നെ കരിമ്പിൻ ജ്യൂസ്, പിന്നെ കുറേ കുഞ്ഞു കുഞ്ഞു സ്നാക്സുകൾ, അങ്ങനെ കുറേ ഐസ്ക്രീം, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അവിടുന്ന് കുറേ ഫുഡൊക്കെ മേടിച്ച് കഴിച്ചു. പിന്നെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്നു. പിന്നെ പുറത്തേക്ക് ഇറങ്ങി. അവിടെ കുറേ റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ റൈഡിലൊന്നും കയറിയതൊന്നുമില്ല, ജസ്റ്റ് അവിടെ നിന്ന് കാണിയൊക്കെ ചെയ്തു. പിന്നെ കുറച്ച് ചെടികളൊക്കെ മേടിച്ചു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് നേരെ വീട്ടിലേക്കൊക്കെ വന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഇനി എത്തുന്നതാണ്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കട്ടെ.